ഹായ് ഫ്രണ്ട്സ്, ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബുക്ക് മാർക്കാണ്. ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു വശം 14.5 cm മറ്റേ വശം 5 cm ആണ്. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത ശേഷം നമുക്ക് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ സൈഡ് ഇതേപോലത്തെ ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് സൈഡിലൊന്ന് വരച്ചു കൊടുക്കാം. ഇത് അളവൊന്നും എടുക്കണമെന്നില്ല, നമുക്കിഷ്ടമുള്ള പോലെ വരച്ചു കൊടുക്കാം. മുകളിലെ ഭാഗത്ത് ഇത്ര വിട്ട് വരയ്ക്കണം എന്നില്ല, ഞാൻ ഇപ്പോൾ വിട്ട് വരച്ചെന്നുള്ളൂ. കാരണം നമുക്ക് നടുവിൽ ചെറിയൊരു ഹോൾ ഇടാണ്ടല്ലോ, അതിനോണ്ട് ആ കുറേ മുകളിലേക്കാകുമ്പോൾ ആ ഹോള് വേഗം കീറി പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനോണ്ട് ഞാൻ കുറച്ച് താഴേക്കാക്കിയിട്ട് ഹോള് വരച്ചെടുത്തിരിക്കുകയാണ്. വരയ്ക്കുമ്പോൾ സൈഡ്സൊക്കെ ഈക്വൽ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബുക്ക് മാർക്കിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു വര വരച്ച ശേഷം സൈഡിലേക്കായിട്ട് ലീഫ് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഒരു പിക്ചറാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കാം കേട്ടോ. ഞാനിത് ഇലകളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം സൈഡിലൊരു ഭാഗം ചെറിയ പോലെ മായ്ച്ച ശേഷം നമുക്കൊരു പൂവിൻ്റെ പകുതി വരയ്ക്കാം. ഞാൻ അവിടെ ഇപ്പോൾ സൺഫ്ലവറിൻ്റെ ഒരു പകുതിയാണ് വരച്ചിട്ടുള്ളത്. ഈ ഇതളുകളൊക്കെ വേറെ വേറെ ഷേപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോമ്പസ് എടുത്തിട്ട് ഒരു വൃത്തത്തിൻ്റെ പകുതി വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതളുകൾക്ക് നല്ല കൃത്യ ഷേപ്പിൽ കിട്ടും. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. ഒന്നാമത്തെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ചാനലിൽ കയറി കാണാൻ മറക്കരുതേ. പൂവ് ഞാൻ ഇപ്പോൾ വരച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂവിൻ്റെ ഒരു ഇതളിൻ്റെ ഒരു അറ്റത്തൂടെ മുകളിലേക്കൊരു വളഞ്ഞൊരു വര വരച്ച ശേഷം അതിൽ നമുക്ക് ഇലകളൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ താഴേക്കും അതേപോലെ നമുക്ക് ഒരു വളഞ്ഞ വര വരച്ച ശേഷം മുകളിലെ പോലെ ഇലകളും മറ്റും വരച്ചെടുക്കാം. നമ്മൾ നേരത്തെ മുകളിൽ വരച്ചല്ലോ ആ ഇല, അതേപോലെ നമുക്ക് താഴെയും വരച്ചു കൊടുക്കാം. അങ്ങനെ വരയ്ക്കണം എന്നില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരച്ചാൽ മതി. പകരം വേറെ എന്തെങ്കിലും ഒരു ഗേളിൻ്റെ ചിത്രമോ അങ്ങനെയൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കവായി സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഇതിൽ വരച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഇല തന്നെയാണ് വരച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ ആദ്യം വരച്ച ഇലേൻ്റെ അടുത്ത് വേറൊരു കുഞ്ഞ ഇലയും പിന്നെ ഒരു പൂമൊട്ടും വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഔട്ട്ലൈൻ മാർക്കറോ അല്ലെങ്കിൽ ഇതേപോലത്തെ ബ്ലാക്ക് മഷി പെന്നോ വെച്ചിട്ട് നമ്മൾ വരച്ച ചിത്രങ്ങൾക്കൊന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. പരീക്ഷയ്ക്കാവുമ്പോൾ ഞാൻ എപ്പോഴും ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഭാഗം വായിച്ച ശേഷം കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പണിക്ക് ഞാൻ അവിടെ അടച്ചേക്കും. കുറച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ആ പേജ് കാണാനും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇതുപോലത്തെ ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ വായിച്ച ആ ഭാഗത്ത് വെക്കാണിച്ച പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ആ പേജ് നമുക്ക് കിട്ടും. വലിയ നോവലും ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ ബുക്ക് മാർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്ലാക്ക് മഷി പെന്നിന് പകരം ഒരു ഗോൾഡൻ കളർ മഷിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മഷി വെച്ചിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ബ്ലാക്ക് മഷി വെച്ചിട്ട് തന്നെ വരച്ച ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ ഗോൾഡൻ കളർ മഷിപ്പെന്ന് വെച്ചിട്ട് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാകും.
ഡ്രോയിങ് ബുക്കിൽ പേജില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട. പകരം ഒരു A4 എടുത്ത ശേഷം മടക്കിയിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി. ഡ്രോയിങ് ബുക്കിലത്തെ പേജ് പോലെ അത്യാവശ്യം നല്ല കട്ടിയിൽ കിട്ടും. ബുക്ക് മാർക്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വാക്യങ്ങളൊക്കെ എഴുതി ചേർക്കാം. നിങ്ങൾക്ക് ഈ ബുക്ക് മാർക്കിൽ ഫ്ലവർ ആഡ് ചെയ്യണമെന്നില്ല. പകരം ഞാൻ നേരത്തെ ഈ വരയ്ക്കുന്ന ലീഫ് ഉണ്ടല്ലോ, ആ ലീഫ് മാത്രം വരച്ചാലും മതി. ഞാൻ ഇപ്പോൾ വെറുതെ ഭംഗിക്ക് വേണ്ടി ബുക്ക് മാർക്കിൽ ഫ്ലവർ ആഡ് ചെയ്തെന്നുള്ളൂ. എന്നിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ആദ്യം ഒരു കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസോ വെച്ചിട്ട് ചെറിയ പോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത ശേഷം അതിൻ്റെ സൈഡിൽ ഒരു ഗ്രീൻ സ്കെച്ച് വെച്ച് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ലുക്ക് കിട്ടും. ഞാൻ ഇപ്പം അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് സ്കെച്ച് മാത്രം വെച്ച് ചെയ്യുമ്പം ഒരു പ്ലെയിൻ മാതിരി തോന്നി. അതിനോണ്ട് ഞാൻ ഈ കളർ പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് സ്കെച്ച് വെച്ചിട്ട് ഒരു ചെറിയ പോലെ വരച്ചെടുത്തിട്ടുള്ളത്. ബുക്ക് മാർക്കിൽ വരച്ചത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കോട്ട്സ് എഴുതി കൊടുക്കാം. ഞാൻ അവിടെ ബിലീവ് ഇൻ യുവർ ഡ്രീംസ് എന്നാണ് എഴുതിയത്. നമുക്ക് വേണമെങ്കിൽ ബിലീവ് ഇൻ യുവർ സെൽഫ്, ട്രൈ യുവർ ബെസ്റ്റ് അങ്ങനെയൊക്കെ എഴുതാട്ടോ. പൂവിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഇപ്പോൾ അവിടെ ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണേ, കുറച്ച് സൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഈ ഫ്ലവറിന് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഓറഞ്ചും യെല്ലോയും കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റെഡ്, പിങ്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പം നല്ല രസമുണ്ടാവും. കളറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും നമ്മുടെ ബുക്ക് മാർക്കിൽ എന്തെങ്കിലും പോരായ്മ പോലെ സ്ഥലം പിന്നെയും ഉള്ള മാതിരി തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഹോള് ഉണ്ടാക്കി വെച്ചിനല്ലോ, അതിൽ കൂടെ ഒരു വുളൻ ത്രെഡോ അല്ലെങ്കിൽ സാധാ നൂലോ ഒക്കെ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം. അങ്ങനെ കെട്ടുമ്പോഴേക്കിനും നമ്മുടെ ബുക്ക് മാർക്ക് തയ്യാറാകും. ഇപ്പോൾ ഇതാ നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.